ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുരിദാറിൻ്റെ. അപ്പോൾ നമ്മൾ ക്യാൻവാസിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്യാൻവാസ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ കുറച്ച് മുന്നേയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കുക. അപ്പോൾ 1/2 ഇഞ്ചിൽ നമ്മളതിൻ്റെ ബോർഡറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാണ്. അപ്പോൾ ക്യാൻവാസ് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡിസൈനിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ക്യാൻവാസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചിൽ തുണി കട്ട് ചെയ്താൽ മതി, അതിലധികം വേണ്ട. ഇനി നമുക്കതിൻ്റെ നേരെ സെൻറ്റർ കണ്ടുപിടിക്കാം. സെൻറ്റർ കണ്ടെത്തിയിട്ട് അവിടെ ഒരു നോച്ച് കൊടുക്കാം. അത് നമുക്ക് റെഫറൻസിന് വേണ്ടി, കാരണം ഇങ്ങനെ സെൻറ്റർ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ പെട്ടെന്ന്, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലേ നെക്ക് സെൻറ്ററിൽ ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് സെൻറ്ററിലായിട്ട് കിട്ടൂ, അല്ലെങ്കിൽ വളഞ്ഞ് ഒരു ഭാഗത്തേക്ക് നെക്ക് പോകും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചുരിദാർ. ഇനി അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് സെൻറ്ററിലൂടെ ഒരു വര വരഞ്ഞിരിക്കുകയാണ് അത്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ നല്ല പീസ് എടുക്കാം. നല്ല പീസിൻ്റെ ബാക്ക് വശത്തേക്ക് ലൈനിങ് പീസ് വെക്കുക. അതായത് നമ്മൾ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ നല്ല വശം വയ്ക്കുക. അതിൻ്റെ ബാക്കിലേക്ക് അതായത് അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ലൈനിങ് വയ്ക്കാം. എന്നിട്ട് അത് ജസ്റ്റ് സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുക്കാം. കാരണം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നല്ല വശം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചുരിദാർ എങ്ങനെയാണോ ഇടുക അതുപോലെയാണ് ഉണ്ടാവുക. ഇനി അതിൻ്റെ നല്ല വശം എടുക്കാം. ഈ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല വശം എടുക്കാം. എന്നിട്ട് അതിൻ്റെ നമ്മളെ സെൻറ്ററിലൂടെ ആ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, ആ സ്റ്റിച്ചിലൂടെ നമുക്ക് ക്യാൻവാസിൻ്റെ സെൻറ്ററും വെക്കാം. നല്ല നീറ്റായിട്ട് വെക്കാം. ഓക്കെ, എന്നിട്ടത് സെൻറ്ററിലൂടെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്ന് തുണികളും കൂടി അടിച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോകുന്നുള്ള പേടിയുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുന്നതന്നെയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവില്ല. ഇനി നമുക്ക് നേരെ നീറ്റായിട്ട് പിടിച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആ നെക്കിൻ്റെ അതേ സെയിം ഷേപ്പിൽ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം. ക്യാൻവാസിൻ്റെ സൈഡിലൂടെയാണ് സ്റ്റിച്ച് വീഴേണ്ടത്. ക്യാൻവാസിൻ്റെ മുകളിൽ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മുകളിൽ സ്റ്റിച്ച് വീഴുകയാണെങ്കിൽ നമുക്ക് മടക്കി അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ ഭയങ്കര തടിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്കത് ഒതുങ്ങി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്യാൻവാസിൻ്റെ തൊട്ടിട്ട് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഏത് ടൈപ്പ് നെക്കും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തുണി മാത്രമാണെങ്കിൽ നമുക്കത്ര ഫിനിഷിങ്ങിൽ ഇല്ല. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ നീറ്റായിട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, കണ്ടോ, ഈ ഒരു ബാൻഡ് വെക്കുന്നത് കൊണ്ട് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവില്ല. അതിനാണ് ആ ബാൻഡ് അവിടെ തന്നെ വെക്കുന്നത്, ആ ഒരു പീസ് മുറിച്ച് കളയാതിരിക്കുന്നത്. നമുക്ക് അവിടെയൊക്കെ ഉള്ളിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഏത് ഷേപ്പിലാണോ നെക്കുള്ളത് ആ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു 1/2 ഇഞ്ച് ബാക്കി വെച്ചിട്ട് മാത്രം കട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 1 ഇഞ്ച് വിഡ്ത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നോച്ച് കൊടുത്താലാണ് തിരിച്ച് ഇടുമ്പോൾ നമുക്ക് ഫിനിഷിങ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ അവിടെ നിന്ന് മടങ്ങാതെ വരും, മലർന്നു പോവുകയൊക്കെ ചെയ്യും. നെക്ക് മലർന്നു പോകാനുള്ളൊക്കെ സാധ്യതയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വരും. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ക്യാൻവാസ് കംപ്ലീറ്റ് തിരിച്ചിട്ടിട്ട് അതിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ തിരിച്ചിടുമ്പോൾ ക്യാൻവാസിൻ്റെ മുകളിലൂടെയാണ് നമ്മളത് നേരത്തെ കൊടുത്ത സ്റ്റിച്ച് കൊടുത്തതെങ്കിൽ ആ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കിട്ടില്ല. അവിടെ ഭയങ്കര കട്ടിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിപ്പോവും. അതുകൊണ്ടാണ് അതിൻ്റെ തൊട്ട് ബാക്കിൽ കൊടുക്കണം എന്ന് പറയുന്നത്, തുണിയിലായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതാ എല്ലാ ഡിസൈന് നമുക്ക് കൈവച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ഫിനിഷിൽ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനത് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ ഇത്രയും ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് കിട്ടും ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു ക്യാൻവാസിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ തന്നെ ഇടാൻ പാടില്ല. ഇങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കത് തള്ളി വരും. ഒന്നുകിൽ അത് ഹെം ചെയ്യാം, ആ ഒരു ലൈനിങ് പീസുമായിട്ട് ഹെം ചെയ്തിട്ട് റെഡിയാക്കാം. അല്ലെങ്കിൽ ആ ഹെം ചെയ്യാനൊന്നും ടൈമില്ല എന്നാണെങ്കിൽ ഇതാ ഇതുപോലെ ലൈനിങ്ങിലേക്ക് ആ ഭാഗം വെച്ചിട്ട് നമുക്കിങ്ങനെ തന്നെ അങ്ങ് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, അത് നീറ്റായിട്ട് തന്നെ ആ തുണിയും വെച്ച് ക്യാൻവാസും വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഹെം ചെയ്യേണ്ടതോ അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വേഗം പണി തീരാനുള്ളൊരു ടിപ്പാണ്. അതാകുമ്പോൾ സ്റ്റിച്ചിങ് ഒറ്റൊരു സ്റ്റിച്ചിൽ അത് തീർന്നല്ലോ. ഓക്കെ, അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് നെക്കും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ബായ്.